ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 229 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് യോവേൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തേതും ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 2-ാമത്തേതും ആണ് യോവേൽ പ്രവചനം. പെന്തക്കോസ്ത് ആത്മ പകർച്ചയെപ്പറ്റി പ്രവചിച്ച പ്രവാചകനാണ് ജോയേൽ. 2-ാം അധ്യായം 28-ാമത്തെ വാക്യം, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് പ്രസ്താവിച്ച പ്രവാചകനാണ് യോവേൽ പ്രവാചകൻ. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രവാചകന്മാർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവത്തെ വിട്ടുപോയിരിക്കുന്ന ആളുകളെ മടക്കി കൊണ്ടുവരിക, ആ സന്ദേശമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വലിയ വിപത്ത്, അതാണ് പ്രവചനത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. പ്രവചനം ശ്രദ്ധിക്കാം. യഹൂദ ദേശത്തെ പറ്റിയുള്ളതായ ഇപ്പോഴത്തെ അവസ്ഥയെ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അവസ്ഥ. അതെ, 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെയും നമ്മൾ ശരിയവണ്ണം ഇരുന്ന് വായിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 2-ാമത്തെ ഭാഗം നോക്കുമ്പോൾ ദൈവത്തെ വിട്ട് ജനം സംഭവിക്കാൻ പോകുന്നത് വെട്ടിക്കിളിയാൽ ഉള്ള നാശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃഷി സമ്പത്ത് മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് എണ്ണാൻ കഴിയാതെ വണ്ണം മേഘങ്ങളെ പോലെ മൂടി വെട്ടിക്കിളി നിങ്ങളുടെ കൃഷിവനത്തെ മുഴുവൻ നശിപ്പിക്കും. കാരണം ദൈവത്തെ വിട്ടുപോയാൽ. 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ. അതുകൊണ്ട് ഈ പ്രവാചകൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. 13-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ 1-ാം അധ്യായത്തിന്റെ മാനസാന്തരപ്പെടണം. ഈ ദൂത് ഇന്ന് പുറജാതികളോട് പറയുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ വിശ്വാസികളോടെ സഭായോഗങ്ങളിൽ നന്നായിട്ട് ഈ കാര്യം മനസ്സിലാക്കണം. എത്ര പേര് നമ്മുടെ ആരാധനാലയങ്ങളിൽ ശരിയാമണ്ണം മാനസാന്തരത്തോടെ വന്നിട്ടുള്ളവർ നല്ലൊരു ഭാഗമുണ്ട്. ഒരാത്മാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ സഭകളിൽ എത്ര പേരെ മാനസാന്തരപ്പെടാതെ ജീവിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ദൂതായിരുന്നു നമ്മുടെ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അപകടകരമായ ഒരു കാര്യമാണ് നിരാശ. ദൈവമക്കളെ പറ്റി നിരാശപ്പെടേണ്ടത് ആവശ്യമില്ല. എന്നാൽ ദൈവമക്കൾ എന്ന് പേര് പറയുന്നവർ നിരാശപ്പെട്ടു പോവുകയാണെങ്കിൽ അവർ ദൈവകൃപയെന്നേ പോയവരാണ്, അല്ലാതെ ഒരു നിരാശയും കടന്നു വരികയില്ല. അവരോടുള്ള ദൂത് പറയുന്നത് മടങ്ങി വരിക, നിരാശകളൊക്കെ വിടുക. അന്നത്തെ ജനത്തിന്റെ ചില ആളുകളെ നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അന്ന് മദ്യപാനികൾ ഉണ്ടായിരുന്നെന്ന്. മദ്യപാനം വലിയ പാപമാണ്. ഇത് കുടിച്ചാൽ കുടുംബം മുടിയ മാത്രമല്ല, മാരകമായ രോഗത്താൽ അവസാനിക്കുകയുള്ളൂ. എത്രയോ മദ്യപാനികൾ ഇന്ന് ലോകത്തിൽ മഹാരോഗികളായിട്ട് കടന്നുകൂടുമ്പോൾ
ഇന്ന് ആത്മീയ മണ്ഡലത്തിലും ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടെങ്കിൽ ഏറ്റവും അപകടകരമാണ്. ഇവിടെ ശിക്ഷയുണ്ട്, നിത്യത കണി കാണത്തുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നൊരു ചെറിയ സന്ദേശം. എന്റെ സ്നേഹിതനായ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ മദ്യപാനിയായിരുന്നു. അദ്ദേഹം സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാര് പറയുന്നു, കുടിയന്റെ മോൻ ഇതാ വരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ നാട്ടുകാര് പറയുന്നത് കുടിയന്റെ ഭാര്യ. അടുത്ത പറയുന്നത് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ വീട്ടുപേര് ശരിയാമണ്ണം അറിയില്ലെങ്കിലും കുടിയൻ ചേട്ടന്റെ വീട് കാണുന്നത്. എന്നാൽ പിൽക്കാലത്തെ അവർ രക്ഷയിലേക്ക് കടന്നു വന്നു. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. നല്ലവരായിട്ടൊക്കെ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ യോവേലിന്റെ കാലത്തും മദ്യപാനികൾ ഉണ്ടായിരുന്നു. ഇത് കുടിക്കുന്നത് ആരോഗ്യമാണെങ്കിൽ കുഴപ്പമില്ലെന്ന്. ഇത് ആരോഗ്യമല്ല. അതിന്റെ എഴുതി വെച്ചിട്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുകവലിയും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് അപകടകരമാണ് എന്ന് ചെറിയ സന്ദേശം ഇതിൻ്റെ കൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് പ്രവാചകന്മാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവര് പാപത്തോട് വിരൽ ചൂണ്ടും. യോവേൽ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മുഖം നോക്കാതെ എത്ര വെല്ലുവിളിയാണെങ്കിലും അത് പ്രവാചകന്മാരുടെ ഒരു ദൗത്യമാണ്. ദൂത് പറയുവാൻ ദൈവം കൊടുക്കുന്ന ദൂത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും പ്രവാചകന്മാരെ ഏൽപ്പിച്ചിരിക്കും, ജോലി ചെയ്തിരിക്കും. ഉദാഹരണം, ഒരു പ്രവാചകനോട് ഇന്നത്തെ പോയിട്ട് അതിന്റെ പാപത്തെ ഓർപ്പിക്കാനായിട്ട് പറഞ്ഞു വിചാരിക്കുക. അദ്ദേഹം അത് പറയാതെ പോരുകയാണെങ്കിൽ അധികം താമസമില്ലാതെ ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷ വേറൊരാളെ പരമേൽപ്പിക്കും. കാരണം ദൈവത്തിന് മുമ്പിൽ അവിശ്വസ്തരെ പിന്നെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന ദൂത് യോവേലിനെ പോലെ പറയുവെന്നൊക്കെ വണ്ണം സന്നദ്ധരാകുക. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് ഒരു വലിയ ഉണർവുണ്ടാകട്ടെ. നിങ്ങളും അംഗങ്ങളാകുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു.